നിലവിൽ തൊഴിലവസരങ്ങൾ വളരെ കുറവാണ് എന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. മറ്റൊരു കൂട്ടർ ഉള്ള അവസരങ്ങളിലൊക്കെ അവരാഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന വേതനം ലഭിക്കുന്നില്ല, അവർക്ക് ആവശ്യമുള്ള വരുമാനം ലഭിക്കുന്നില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തൊഴിലവസരം വളരെ കുറയുന്നുണ്ട്. കുറേ ആളുകൾക്ക് ഇപ്പോഴും തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ജോലി ചെയ്യുന്ന പലർക്കും അർഹിക്കുന്ന വേതനം ലഭിക്കുന്നില്ല എന്നുള്ള നിരാശയും ചുറ്റുപാടിൽ ധാരാളമുണ്ട്. പക്ഷേ എങ്കിൽ അങ്ങനെയൊന്നുമല്ല. പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ജോലി കിട്ടിയ ആൾക്കാർ ധാരാളം പേരുണ്ട്. മറ്റൊന്ന്, അവരാഗ്രഹിച്ചതിനേക്കാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വരുമാനം അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള സംതൃപ്തിയോടെ ജീവിക്കുന്നവരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഏതായാലും ഈ പോസിറ്റീവായിട്ട് പറയുന്നവർ അവർ ലക്കി എന്ന് വേണം പറയാം. ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും നിരാശയുള്ളവരുണ്ട്. ആഗ്രഹിക്കുന്ന പ്രതിഫലം കിട്ടുന്നില്ല. മറ്റൊന്ന്, അവർ ആഗ്രഹിച്ച സമയത്ത് പ്രതീക്ഷിച്ചുള്ള ജോലി ലഭിക്കുന്നില്ല. എങ്ങനെയുള്ള നിരാശകളിൽ ഇരിക്കുന്നവർ ധാരാളം പേരുണ്ട്. കുറേ ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകാനുള്ള പ്ലാനുകളൊക്കെ ചെയ്യും. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ തന്നെ ജീവിക്കണം, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ സംരംഭം താനായിട്ട് തന്നെ തുടങ്ങാം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇനി അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ അവരുടെ അടുത്ത പ്രശ്നം അവർക്ക് വേണ്ടത്ര സപ്പോർട്ട്, പിൻബലം കിട്ടുന്നില്ലെന്നുള്ളതാണ്. അതായത് അവർ വെക്കുന്ന ഒരു ആശയത്തെ, ഇനിയൊരു ജോലി കിട്ടാൻ പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ ഒരു സംരംഭം തുടങ്ങാം എന്ന് വെച്ചാൽ ആ തീരുമാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ, അതിന് പിന്നിൽ നിൽക്കാനായിട്ട് ആരും തയ്യാറല്ല. അവരുടെ വീട്ടുകാർ പോലും പലപ്പോഴും അവരെ നിരുത്സാഹപ്പെടുത്തും, അവരുടെ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കും. അതൊക്കെ പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇനി രണ്ട് കൽപ്പിച്ച് എന്തെങ്കിലും ഒരു തൊഴിൽ മേഖല അവർ തുറന്നു വച്ചാൽ, അവരാരംഭിച്ചാൽ ഒരുപാട് ഈ എതിർപ്പുകളുള്ളതുകൊണ്ട് തന്നെ പിന്നീട് അവർക്കുണ്ടാകുന്ന ഏതെങ്കിലും ചെറിയ പ്രയാസത്തിലോ ചെറിയ നിരാശയിലോ ഒക്കെ അവർ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അവർക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച ആരും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ നിരാശപ്പെടും. മുന്നോട്ട് പോകുമ്പോൾ താൻ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ബോധം ഉണ്ടാകും. അവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വളരെ പ്രയാസമുണ്ടാകും. മറ്റൊരു പ്രശ്നം, സ്വന്തമായിട്ട് സംരംഭം തുടങ്ങുന്ന സാഹചര്യത്തിൽ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം സാമ്പത്തികമാണ്. മൂലധനമില്ല. ഇതിന് മുതൽ ഇറക്കാനുള്ള സാമ്പത്തികം അവർക്കില്ല എന്നതാണ്. സാധാരണ ഇങ്ങനെയുള്ള പണം കണ്ടെത്തുന്നത് മിക്കവാറും ആളുകളൊക്കെ ബാങ്ക് ലോണുകളെ ആശ്രയിച്ചാണ്. പക്ഷേ ബാങ്ക് ലോണുകളൊക്കെ എടുത്ത് സംരംഭം തുടങ്ങിയ ആൾക്കാരൊക്കെ പിന്നീട് നിരാശരാകേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് അവർ പിന്നീട് വന്നിട്ടുണ്ട്. അതല്ലാതെ ഒരു നയപരമായിട്ട് ബാങ്ക് ലോണുകളും ക്ലോസ് ചെയ്ത് ബിസിനസ് വിജയിപ്പിച്ച ആളുകളും കുറവല്ല, അങ്ങനെയുണ്ട്. എങ്കിലും ഏറെ ആളുകളും നിരാശരാണ്. ലോണുകളാൽ ബുദ്ധിമുട്ടിയ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അതുകൊണ്ട് ബാങ്ക് ലോൺ എടുത്തൊരു ബിസിനസ് തുടങ്ങാം എന്ന് ആരോടും പറയാനൊക്കത്തില്ല. അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. പിന്നെ എങ്ങനെയാണ് ഒരു സംരംഭം തുടങ്ങി വെക്കുക? സാധാരണ മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛനമ്മമാരെന്തെങ്കിലുമൊക്കെ നിക്ഷേപം നൽകിയാൽ അതിനകത്തുനിന്ന് അവർക്ക് ഗുണകരമായിട്ടൊരു സംരംഭം തുടങ്ങാൻ ഒക്കും. പക്ഷേ നമ്മുടെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ ആൾക്കാരും ഇടത്തരക്കാരാണ്. സാമ്പത്തികമായിട്ട് വളരെ ലാവിഷായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടി ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവരെ പഠിപ്പിച്ച് എടുത്തത് തന്നെ ഒരു വലിയ ബേഡനായിട്ടാണ് അവർക്കുള്ളത്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി സമ്പാദ്യങ്ങളൊന്നും നീക്കി വെച്ചിട്ടില്ല. പിന്നീട് അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഷെയറുകളുണ്ടെങ്കിൽ അത് അവരുടെ പ്രായമാകട്ടെ, വിവാഹം കഴിക്കട്ടെ, ഒരു പക്വത ആർജിക്കട്ടെ എന്നൊക്കെ കരുതി അവർ മാറ്റിവെക്കും. അവരുടെ ഏറ്റവും അനുയോജ്യമായ സമയത്ത്, അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ ജീവിതം തുടങ്ങാനായിട്ട്, ഒരു തൊഴിൽ ജീവിതം തുടങ്ങാനായിട്ട് അവർക്ക് പണം കണ്ടെത്താൻ വഴികളൊന്നും ഇല്ലാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അതൊരു നിരാശയാണ്. അതുകൊണ്ട് തന്നെ ആണ് കൂടുതൽ ആളുകൾ ലോണിലേക്കൊക്കെ തിരിയുന്നത്. പക്ഷേ ഇനി മുന്നോട്ട് നമുക്ക് ഇങ്ങനെയുള്ള, അതായത് അടുത്ത 10 വർഷത്തിനിടയ്ക്ക് 5 വർഷത്തിനിടയ്ക്ക് തൊഴിൽ ജീവിതം ആരംഭിക്കേണ്ട ഒരുപാട് കുട്ടികൾ നമ്മുടെയൊക്കെ വീടുകളുണ്ട്. അപ്പോൾ അവരെ പ്രതി ഇനിയുള്ള രക്ഷകർത്താക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഒരു കാര്യം, അവർക്കൊരു ജോലി ലഭിച്ചെന്ന് വന്നേക്കാം. ഇനി അവർ തന്നെ ഒരു സംരംഭം തുടങ്ങി വെക്കേണ്ടതായിട്ടും വന്നേക്കാം. എന്താണ് അവർക്ക് വരാനിരിക്കുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏതായാലും അവർക്ക് വേണ്ടി ഒരു നീക്ക് ബാക്കി നമുക്കുണ്ടാകും. യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സമ്പാദ്യം എന്ന് വെച്ചാൽ പോക്കറ്റ് മണികളിലൂടെ കുഞ്ഞുങ്ങളെ സമ്പാദ്യം സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട്. പക്ഷേ പോക്കറ്റ് മണി അവർക്ക് കിട്ടുന്ന സമയത്ത് അത് അവരുടെ പണമല്ല. എനിക്ക് അങ്കിള് തന്നു, ആൻറ്റി തന്നു എന്ന് പറയുന്ന ഈ ചെറിയ നിക്ഷേപം
അവരധ്വാനിച്ചുണ്ടാക്കിയ പണമല്ല, അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ്, കിട്ടിയതാണ് എന്നുള്ള കാഴ്ചപ്പാടോടെ ഈ പണം ചെലവഴിക്കാൻ അവർക്ക് മടിയില്ല. അവർ പല രീതിയിൽ കളിപ്പാട്ടം വാങ്ങിക്കാൻ മുതൽ അവർക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഫോണോ വാച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ, ഡ്രസ്സോ ഒക്കെ വാങ്ങിക്കാനായിട്ട് അവർക്ക് ഈ പണം വിനിയോഗിക്കാനായിട്ട് അവർ തയ്യാറാകും. അപ്പം അവർ കൂടുതലും പാഴ്ചെലവിലേക്ക് തിരിയാനുള്ള സാധ്യത പിന്നീടുണ്ട്. പിന്നീട് അവർക്ക് പാഴ്ചെലവിലേക്ക് അനായാസം തിരിയാനുള്ള മാനസികാവസ്ഥ ചെറുപ്പത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഈ പണം, അവർക്ക് ലഭിക്കുന്ന പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന പണം, അതും എനിക്കൊരു സമ്പാദ്യമാണ് എന്ന് കണ്ട് അതിനെ സൂക്ഷിച്ച് മാനേജ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്, ഒരുപാട് ഗുണം ചെയ്യും. പക്ഷേ പോക്കറ്റ് മണിയേക്കാൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ കുഞ്ഞുങ്ങൾ എൻ്റെ പണമാണ്, ഇതെൻ്റെ കഷ്ടപ്പാടിൻ്റെ പണമാണ് എന്ന് കണ്ട് അവർക്ക് മാറ്റി വെക്കാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ ബാലവേലയല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് വളരെ വളരെ ചെറിയ ഒരുപാട് കാര്യം. ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് പോസ്റ്റർ ഡിസൈനിങ് ആകാം, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആകാം. ഇതൊന്നും ചെറിയ ജോലിയാണെന്നല്ല, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നല്ല അതിനർത്ഥം. കുട്ടികൾക്ക് ചെയ്യാനൊക്കുന്ന, അവരുടെ ആരോഗ്യത്തിനനുസരിച്ച് ചെയ്യാനൊക്കുന്ന തരത്തിലേക്ക് അങ്ങനെയുള്ള മേഖലകളെയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. എഡിറ്റിംഗ് പഠിപ്പിക്കുക, മ്യൂസിക് പഠിപ്പിക്കുക, ഡ്രോയിങ് പഠിപ്പിക്കുക, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിനകത്ത് അവർക്ക് ഏണിങ്സ് ഉണ്ടാക്കുക. ഇപ്പോൾ ഫോട്ടോസ് സെല്ലിംഗ് ഉണ്ട്, വീഡിയോ സെല്ലിംഗ് ഉണ്ട്, നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന കൊച്ചു കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക, അവരെ കൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കി, അത് രക്ഷകർത്താക്കൾക്കൊരു വരുമാന മാർഗമാകും എന്ന് കാണുന്നത് യഥാർത്ഥത്തിൽ ബാലവേല തന്നെയാണ്. അങ്ങനെ വരാതെ അവർക്ക് കിട്ടുന്ന ഏണിങ്സ് അത് അവർക്കുള്ളതാണ്. അവർ അതിലൂടെ ഇതെൻ്റെ പണമാണ് എന്നുള്ളത് ഒരു ചിന്തയുണ്ടാകണം. എൻ്റെ പണം പാഴാക്കാൻ പാടില്ല. ഇങ്ങനെയൊരു ചിന്തയുണ്ടായാൽ അവർക്ക് ദുർവ്യയങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടും. അനാവശ്യമായിട്ട് പണം ചിലവാക്കാൻ അവർ തയ്യാറാകത്തില്ല. കാരണം എൻ്റെ പണമാണ്, എനിക്ക് സ്വരുക്കൂട്ടി വെക്കണം, സൂക്ഷിച്ചു വെക്കണം, ആവശ്യമില്ലാതെ ഞാൻ ചിലവഴിക്കത്തില്ല, ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് അവർ വരും. അപ്പം പണം കൈകാര്യം ചെയ്യാൻ അവർ പഠിക്കും. പണത്തെ കൂടുതലായിട്ട് അവർ സ്നേഹിക്കാൻ തുടങ്ങും. എനിക്ക് കൂടുതൽ സമ്പാദിക്കണമെന്നുള്ളൊരു ആഗ്രഹവും വാശിയും അവർക്കുണ്ടാകും. അപ്പം പണത്തോടുള്ള സ്നേഹം കുട്ടികളിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് ചെറിയ കാര്യമല്ല. പണത്തെ സ്നേഹിക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം. അവർ പണത്തെ സ്നേഹിക്കട്ടെ, പണം കൂടുതലായിട്ട് നേടാനുള്ള വഴികൾ അന്വേഷിക്കട്ടെ. അങ്ങനെ പണം അവർ സ്വന്തമാക്കണം. അങ്ങനെ പണത്തെ സ്നേഹിക്കണം. ഒന്ന്, പണം നന്നായിട്ട് മാനേജ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തൊരു കുടുംബജീവിതത്തിൽ വരെ വളരെ പരാജയപ്പെടാറുണ്ട്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവർക്ക് എങ്ങനെ മണി മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ അവർക്ക് കൊടുക്കാൻ നോക്കും. അപ്പോൾ അവരുടെ പണം അവർ സമ്പാദിച്ചു വെക്കുന്നു, അവർ സൂക്ഷിച്ചു വെക്കുന്നു. ആ പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു യുക്തി അവരിൽ നിർമ്മിച്ചു കൊടുക്കുന്നു. അവർ തന്നെ പണം കൈകാര്യം ചെയ്യട്ടെ, അവരുടെ കയ്യിൽ ആ പണം ഇരിക്കട്ടെ, അവർ മണി മാനേജ്മെൻറ്റ് പഠിക്കട്ടെ, പാഴ്ചെലവുകൾ ഒഴിവാക്കി ജീവിക്കാൻ അവർ പഠിക്കട്ടെ. അങ്ങനെ അവരുടെ ജീവിതം കുറച്ചുകൂടി പക്വത ആർജിക്കാൻ ഇടവരും. ഈ സാമ്പത്തികം തന്നെ ഒരു 4, 5, 6 വർഷം കൊണ്ട് അവർക്ക് പിന്നീട് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൂലധനമാക്കി മാറ്റാൻ കഴിയും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള 1, 2 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുക്കാതെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ആവശ്യമുള്ള പണം അവർക്കുണ്ടായെന്ന് വരും. അങ്ങനെ കിട്ടുന്ന മൂലധനം കൊണ്ട് അവർ ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ ആ തുടങ്ങുന്ന പ്രസ്ഥാനത്തെ വളരെയധികം ഒരു കൊച്ചു കുഞ്ഞിനെ കെയർ ചെയ്യുന്നത് പോലെ കെയർ ചെയ്യണം എന്നുള്ളൊരു ആത്മാർത്ഥത അവർക്കുണ്ട്. അവർ ഇട്ട് തല്ലി ഉഴപ്പുകയോ ചെയ്യത്തില്ല. കാരണം ഇത് അവരുടെ പണമാണ്. അതുകൊണ്ട് ആ പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് തന്നെ അവർ തുടങ്ങി വെച്ചിരിക്കുന്ന സംരംഭം വളരെ ക്ലിയറായിട്ട് കൊണ്ടുപോകാനായിട്ട്, സക്സസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പം ജോലി വളരെ ക്ലിയറാവും. മറ്റൊരു കാര്യം, ഈ പണം അവർക്ക് നന്നായിട്ട് ചിലവഴിക്കാനായിട്ട് അതിനുള്ള യുക്തിയും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടാവും. പിന്നീട് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു താഴ്ചയോ കോട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട്, പ്രോബ്ലം സോൾവിങ്ങിനുള്ളൊരു കപ്പാസിറ്റി, ഒരു ഐഡിയ അവർക്കുണ്ടാകും. മറ്റൊരു കാര്യം, അവർ ചെറുപ്പത്തിൽ തന്നെ പണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടുന്ന സമയത്ത് എങ്ങനെ കസ്റ്റമേഴ്സിനോട് ഇടപെടാം, എങ്ങനെ ആളുകളോടുള്ള ബന്ധം നിലനിർത്താം, എങ്ങനെ കൂടുതൽ ആളുകളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാം, എങ്ങനെ മാന്യമായിട്ടൊരു ജോലി നിലനിർത്താം, എങ്ങനെ മാന്യമായ രീതിയിൽ പണം ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ കുറച്ചുകൂടെ അറിവുള്ളവരും ബുദ്ധിയുള്ളവരും ആകും. ഏതായാലും കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ പണം വരുന്നത് അവർക്ക് നാശത്തിനാകും എന്നൊരു തോന്നലില്ല. പക്ഷെങ്കിൽ പോക്കറ്റ് മണിയായിട്ട് അവർക്ക് അധ്വാനം കൂടാതെ ലഭിക്കുന്ന ക്യാഷ് അവരൊരു പക്ഷേ
പിന്നീട് മദ്യപാനത്തിനോ അങ്ങനെയുള്ള ലഹരി കാര്യങ്ങൾക്കോ ഒക്കെ വഴിതെറ്റിപ്പോകാനോ പണം ദുർവ്യയം ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതകൾ അവരിലുണ്ടാക്കാം. അപ്പം കുട്ടികളിൽ നമുക്ക് ഇങ്ങനൊരു ഐഡിയ കൊടുക്കാമെന്നുണ്ടെങ്കിൽ, പ്രയോജനപ്പെടുത്താമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ ആർജവമുള്ളവരും ഉത്തരവാദിത്വ ബോധമുള്ളവരും കഴിവുള്ളവരും, നാളെ അവർക്കൊരു പ്രസ്ഥാനം തുടങ്ങുന്ന സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമുള്ള പണം അവരുടെ കൈവശം ഉണ്ട് എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുന്നവരുമാകും. ആ പണം കൊണ്ട് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി നമുക്കൊരു നീക്കുബാക്കി ഉണ്ടാകണം. അതിനു വേണ്ടി ഒരു ശ്രമം ഉണ്ടാകുക. എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഓമന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ നിക്ഷേപം, അത് വലുതാകണമെന്നില്ല, ഒരു ചെറിയ നിക്ഷേപം മാറ്റിവെക്കുക. അവരൊരു പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വക ഒരു നിധിയായി, ഒരു ഗിഫ്റ്റായി അവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അവരുടെ കയ്യിലേക്ക് ഒരു ചെറിയ എമൗണ്ട് എല്ലാ രക്ഷകർത്താക്കളും വെച്ചു കൊടുക്കുക. പണം മാത്രം കൊടുക്കുകയല്ല. പല വീടുകളിലും പ്രായമാകും തോറും കുട്ടികളുമായിട്ടുള്ള ബന്ധം അച്ഛനമ്മമാർക്ക് വിട്ടുകൊണ്ടിരിക്കും, അകന്നുകൊണ്ടിരിക്കും. അത് വരാതെ ഈ പണം കൊടുക്കുന്ന സാഹചര്യത്തിൽ ഐശ്വര്യമായിട്ട് അവനെ ഒന്ന് ആശ്ലേഷിക്കാൻ, അവനെ ഒന്ന് സ്നേഹിക്കാൻ, അവളെ ഒന്ന് സ്നേഹിക്കാൻ, വളരെ സന്തോഷത്തോടെ കൊടുക്കാൻ, ആ അടുപ്പം, ആ വൈകാരിക ബന്ധം അവർക്ക് നിലനിർത്താനും കഴിയണം. അപ്പോൾ എന്നാണോ അവരുടെ ഒരു തൊഴിൽ ജീവിതം ആരംഭിക്കുന്നത്, അന്ന് അവർക്ക് സ്നേഹപൂർവ്വം സമ്മാനിക്കാൻ ഒരു നിധി നമ്മുടെ കയ്യിലിരിക്കട്ടെ. ഇന്ന് മുതൽ അവർക്ക് സമ്പാദിക്കാനുള്ള ഒരു മാർഗം അവർക്ക് വേണ്ടി വെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരും ആരോഗ്യമുള്ള മനസ്സുള്ളവരും സാമ്പത്തിക ആരോഗ്യമുള്ളവരും ആയിട്ട് മാറട്ടെ. പിന്നീടൊരു സാമ്പത്തിക ട്രാപ്പിൽ അവർ വീഴാതിരിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഒരുക്കി കൊടുക്കാനും എല്ലാ രക്ഷകർത്താക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.